ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരു താരം ഉദയം ചെയ്തിട്ടുണ്ട്, ദീപ്തി കല്യാണി. ട്രാൻസ്ജെൻഡർ ആണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ വൈറലായി ഒരു താരം ഉദയം ചെയ്തിട്ടുണ്ട്. ഇപ്പം വൈറലാകാൻ വേണ്ടിയുള്ള ഓരോ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചാണ്. പാവം അങ്ങ് ആയിക്കോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരുമാതിരി ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ദീപ്തി കല്യാണി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമൊന്നുമില്ലായിരുന്നു. ഇനി ഇവരെയൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട് അറിഞ്ഞു വരണമെങ്കിൽ ഈ ബിഗ് ബോസിലോ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി വരും. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല താനും അതിലൊന്ന് കയറി പറ്റിയ ആള്. അപ്പൊ പുള്ളിക്കാരത്തി ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അപ്പം ആദ്യം കുറെ റീൽസൊക്കെ ഒന്ന് കണ്ടു നോക്കാം, എന്താണ് ആരാണ് എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. ഇപ്പൊ 15 വയസ്സ് വരെ ആൺകുട്ടിയായിരുന്നു. അതിനുശേഷം ഹോർമോൺ, ടീനേജ് കാലത്താണല്ലോ ഹോർമോണി വ്യതിയാനമൊക്കെ വരുന്നത്. ഹോർമോണിന്റെ മാറ്റം കൊണ്ട് പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരന് മനസ്സിലാവുന്നു ഞാൻ ഒരു ആൺകുട്ടിയല്ല, ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നു. പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടാൻ വളരെ താല്പര്യം തോന്നുന്നു, മേക്കപ്പ് ചെയ്യാൻ താല്പര്യം തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിന്റെയും കഥകളില് വളരെ ദയനീയമായ ഒരു ഏട് നമ്മൾ കേൾക്കാറുണ്ട്. വീട്ടുകാരൊന്ന് ഇറക്കി വിടുക, അല്ലെ വീട്ടുകാർ ഉപേക്ഷിക്കുക എന്നുള്ള രീതി. ശരിക്കും ആ ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്കൊരു യോജിപ്പില്ല. കാരണം ഇവരുടെ ഒരു കുട്ടി ഉണ്ടാകുന്ന ആ കുട്ടിയുടെ അനുവാദത്തോടെയല്ല. ഇവരിങ്ങനെ ഉണ്ടായതിന് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. അവരെ ആ ഹോർമോണും അതൊക്കെ മാറുന്നോണ്ടാണല്ലോ. അവർക്ക് ഉണ്ടാകുന്ന മാറ്റം അവരെന്ത് ചെയ്യാനാ? പിന്നെ ഒരു പുരുഷനായിട്ട് ജനിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ ഹോർമോണിന്റെ മാറ്റം കൊണ്ടല്ലേ അവയവങ്ങളുടെ ഇതുകൊണ്ടൊക്കെ അവര് അങ്ങനെ അങ്ങ് ഉണ്ടാകുന്നു. അപ്പൊ ശരിക്കും ശിക്ഷിക്കേണ്ട ആരാന്ന് ചോദിച്ചാൽ, അവരെ സൃഷ്ടിച്ചത് ആരാണോ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അച്ഛനെ അമ്മയാണ് പുറത്താക്കേണ്ടത്. അതിന് പകരം ബലിയാടാകുന്ന എപ്പോഴും ഈ ഉണ്ടായ കൊച്ചായിരിക്കും. അവസാനം വിട്ടിറങ്ങുന്നു. പിന്നെ അവരുടെ ആകെ വഴി ആ കമ്മ്യൂണിറ്റിയിലോട്ട് ചെന്ന് കയറുന്നു. ആ കമ്മ്യൂണിറ്റി ചെന്ന് കഴിഞ്ഞാൽ നേരെ ഇവർ ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ യാചകരായിട്ട് ആൾക്കാരുടെ മുന്നിൽ പാട്ടുപാടി കൈനീട്ടാം, അല്ലെ സെക്സ് വർക്കർ ആകാം. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ സമൂഹമാണ് അടുപ്പിക്കത്തുമില്ല. സമൂഹം ഇവരെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് സമൂഹം കരുതുന്നത്. അങ്ങനെ ആയിരുന്നു. അടുപ്പിക്കത്തുമില്ല, നമ്മളുടെ കൂടെ ചേർത്ത് പിടിക്കുകയോ ഒന്നുമില്ല. നമ്മളെന്തോ കാണാൻ പാടില്ലാത്ത ആൾക്കാരെ കണ്ട പോലെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ ഏതായാലും ബിഗ് ബോസ് ഒക്കെ വന്നതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇവര് കാട്ടിക്കൂട്ടുന്ന കുറെ അധികം മോശമായ കാര്യങ്ങളുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇവരെ അംഗീകരിക്കാം, അല്ലെ ചേർത്ത് നിർത്താം എന്നൊക്കെ ഒരു വിചാരം ഇപ്പൊ മലയാളികൾക്ക് കുറച്ചുകൂടി ഓപ്പൺ ചിന്താഗതി വന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസിലൊക്കെ കൊണ്ടുവന്ന് ഇവരെ കാണിച്ച് അവര് നമ്മളെപ്പോലെ ഉള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് എന്നൊക്കെ നമ്മളും മനസ്സിലാക്കി നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇപ്പൊ നാദിറയൊക്കെ എല്ലാവർക്കും ഇഷ്ടമൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ അതുപോലെ ആണ്. പക്ഷെ ഇവരിടയ്ക്കിടയ്ക്ക് ബോറൻ പരിപാടികൾ പലരും ചെയ്യുന്നുണ്ട്, പലരും, അല്ലാതെ ഒരാള് തന്നെയല്ല. അപ്പൊ ദീപ്തി കല്യാണി ഈ അടുത്ത് വന്നിട്ട് മാറിടം കാണിച്ചൊരു പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി മാറിടം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ആദ്യകാലത്ത് അത് ഇല്ലാഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ടവലൊക്കെ ചുരുട്ടി വെച്ച് അത് ഉണ്ടാക്കിക്കൊണ്ട് നടന്നൊരു കാലമുണ്ട്. അത് കഴിഞ്ഞിപ്പോ ഈ സിലിക്കോൺ ഉണ്ടല്ലോ, സിലിക്കോൺ പാഡ്, അത് ഓപ്പറേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണേലും മാറിടം ആവും. പിന്നെ ഇത്രയും സർജറിയൊക്കെ വളർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി അങ്ങനെയൊക്കെ മാറിടം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കി കഴിയുമ്പം ഈ ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കി മാറിടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് സത്യം പറഞ്ഞാൽ ഈ സാധാരണ പെണ്ണുങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് അവരിത് മൂടി വെച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണത് എന്നാണ് പുള്ളിക്കാരത്തിന്റെ ചിന്താഗതി. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കി ഒരു വിധത്തിൽ ഓപ്പറേഷൻ ചെയ്ത് അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, അത് ആരെയും കാണിക്കാൻ പറ്റാതെ നടക്കുന്ന കാര്യമാണോ? സ്ത്രീകൾ മുഴുവൻ ചുമ്മാ അത് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല അങ്ങനെ നടക്കാന്നുള്ള വിചാരത്തിൽ ദീപ്തി കല്യാണിക്ക് ഇത്രയും ലക്ഷങ്ങളുടെ മുതലല്ലേ 10 പേരെ കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിലായിട്ട് പിന്നെ പുള്ളിക്കാരത്തി ഇടുന്ന ഡ്രസ്സൊക്കെ ഇതെങ്ങനെ കാണിക്കാം എന്നുള്ള രീതിക്കാണ് അങ്ങനെയൊന്ന് കാണിച്ചത്. ഇപ്പൊ വൈറലായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു താരം ഉദയം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ കാണിച്ചിട്ട് ആൾക്കാർ വിമർശിച്ചപ്പം ഇഷ്ടമില്ലാതായ ഉടനെ പ്രതികരണം, നിന്റെ അമ്മയും, നമ്മൾ പറയാറില്ലേ നിനക്കൊക്കെ അമ്മയും പെങ്ങളും ഇല്ലടാ വീട്ടിൽ, ആ രീതിക്കുള്ള ഒരു മറുപടി. ആ മറുപടി ഒന്ന് കേട്ടു നോക്കി. ദീപ്തി വസ്ത്രത്തിന്റെ സിബൂരി പോയതാണോ? ഇതില്ലേ? ഹായ്,
അയ്യോ, ഞാൻ കുനിയുമ്പോൾ കൈവച്ചില്ലായിരുന്നു. കഴിഞ്ഞ ഒരു വീട്ടിൽ വെച്ചെടുത്ത, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന കോസ്റ്റ്യൂം ആയിരുന്നു അത്. അതെടുത്തിട്ട് ഒരു പെണ്ണുമ്പിള്ള എന്ന് തന്നെ പറയാം, ഒരു പെണ്ണ് വീഡിയോ ഇട്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്. നമ്മൾ എങ്ങനെ നോക്കുക? നമ്മളെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക? പൊക്കി പിടിച്ച പെണ്ണുമ്പിളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. എല്ലാ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കായാലും ട്ടാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ വരാൻ പേടിയാണ്. അതെന്താണെന്ന് എനിക്ക്. ദീപ്തി ഈ പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഒന്നാമതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ദീപ്തി ആദ്യം മനസ്സിലാക്കണം, ഈ സിലിക്കോൺ പാഡ് ഓപ്പറേഷൻ ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താലും, ബ്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും, ആ ബ്രസ്റ്റ് ഉള്ള സ്ത്രീകൾക്ക്, ഒരു ഒറിജിനൽ സ്ത്രീകൾ, കുറ്റം പറയുന്നതല്ല, വേദനിപ്പിക്കാനും പറയുന്നതല്ല, പക്ഷേ ബ്രസ്റ്റൊക്കെ ഉള്ള സ്വാഭാവികമായിട്ട് സ്ത്രീ ആയിട്ടുള്ള സ്ത്രീക്ക് അതിന്റെ കൂടെ ദൈവം ഹോർമോൺ വഴി പല സംഭവം കൊടുത്തിട്ടുണ്ട്. ലജ്ജ എന്നൊരു സംഭവം, നാണം എന്നൊരു സംഭവം, ഇതൊക്കെ കാണിച്ചു നടക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ട് പറയണം, അത് അവരുടെ തൊഴിലായിരിക്കും, തൊഴിലിന്റെ ഭാഗമായിട്ട് പലതും കാണിക്കുന്നത്. അതല്ലാതെ ഒരു സാധാ സ്ത്രീയെ എടുത്ത, ഒരു സാധാ പെൺകുട്ടിയെ എടുത്ത ഇങ്ങനെ ഇവിടെ ഒക്കെ കാണിച്ചു നടക്കണമെന്നുണ്ട്. ഒന്നേ അതിന്റെ അടിയിൽ ഇന്നേഴ്സ് എന്തെങ്കിലും ഇടും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഈ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, സാധാ ഒരു സ്ത്രീയാണ്, അവരുടെ ഉള്ളിൽ ലജ്ജ എന്നൊരു, അതൊക്കെ ഹോർമോണിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവര് അറിയാതെങ്കിലും കുനിയുമ്പോൾ കൈ ഇവിടെ ഒന്ന് പിടിച്ചിരിക്കും. അതിപ്പം അച്ഛനുണ്ടോ അവിടെ, ആങ്ങളെയുണ്ടോ അവിടെ, നാട്ടുകാരുണ്ടോ എന്നൊന്നുമല്ല. നമ്മളിപ്പം മിറ്റം അടിക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം, വഴിയെ പോകുന്നവരോ ആരെങ്കിലും എന്താണേലും നമ്മൾ ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ ആകുമ്പോൾ. അതെങ്ങനെയാ അത് വന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ആ സ്ത്രീയുടെ ഹോർമോൺ കൊണ്ട് നമുക്കൊരു ലജ്ജയുണ്ട്. നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അല്ലെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് പ്രദർശിപ്പിക്കരുതെന്ന്, അങ്ങനെ ഒരു വിചാരം സ്ത്രീകൾക്കുണ്ട്. പക്ഷെ ഇവിടെ ദീപ്തിക്ക് അത് ഇല്ലാതെ പോയത് എന്താണെന്ന് വെച്ചാൽ, ദീപ്തി ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കി വെച്ച ഒരു സംഗതി അത് പലരും കണ്ടില്ല. പിന്നെ എന്തിനാന്ന് ഈ ലക്ഷങ്ങൾ മുടക്കി? ദീപ്തിക്ക് അവിടെ സ്ത്രീയുടെ വികാരം വരത്തില്ല. സ്ത്രീ എന്താ അല്ലെ ആ നാണം, അത് ദീപ്തിക്ക് വരുന്നില്ല. അതിന് കിടന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. സിലിക്കോൺ പാഡിന്റെ അകത്ത് ഹോർമോണും കൂടെ ഇല്ലല്ലോ, ഞാൻ കുറ്റം പറയുന്നല്ല. അതുകൊണ്ടാണ് ഈ പ്രദർശിപ്പിക്കാൻ തോന്നുന്നത്. അതിനെ വിമർശിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അമ്മയാണെ നിങ്ങൾ നോക്കുവോ, വേറെ രീതിക്ക് മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമോ, മറ്റുള്ള രീതി, ഇതൊന്നും ഒരു മറുപടിയല്ല. പിന്നെ ഈ ദീപ്തി കല്യാണി എന്ന് പറയുമ്പം അവര് ചെറുപ്പത്തിൽ സാധാ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അതേ അവസ്ഥയാണ്. ആങ്ങള കുടിച്ചിട്ട് ഇനി ഇതൊരു പെൺകുട്ടിയായിരുന്നു, ആൺകുട്ടിയായിരുന്നു, നിന്ന് ഇതൊരു പെൺകുട്ടിയായി മാറുന്ന കണ്ടപ്പം ആങ്ങളയ്ക്ക് സങ്കടമായി. അങ്ങേര് കുടിച്ചിട്ട് വരികയൊക്കെ ചെയ്തു. പിന്നെ അച്ഛനും അമ്മയ്ക്കും പ്രായമായി. അപ്പം പിന്നെ ബ്രദറിന്റെ കൂടെ നിൽക്കാൻ മേലാതായി. ബ്രദർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ ബസ് കഴുകി 30 രൂപയ്ക്ക് ബസ്സൊക്കെ കഴുകി ആദ്യകാലത്ത് തൃശ്ശൂരോ ഗുരുവായൂരോ അവിടെയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയിട്ട് അവിടെ ബെഗ്ഗിങ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മലയാളികൾ തെറി പറയുമായിരുന്നു, ഇവർ മലയാളിയാണെന്നറിയാതെ കൈ നീട്ടി ചെല്ലും, നിനക്കൊക്കെ വേറെ പണിക്ക് പൊക്കൂടാന്ന് തെറിയൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് സെക്സ് വർക്കറൊക്കെ ആയി അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ. അപ്പൊ ആദ്യകാലത്തെ കാര്യം എന്ന് പറയുന്നതൊക്കെ, ഭക്ഷണം കഴിക്കാൻ എനിക്ക് കയ്യിൽ പൈസ ഇല്ല, ഒന്നിനും ഇടാൻ വസ്ത്രമില്ല, ഞാൻ ഇട്ട വസ്ത്രം മാത്രമായിരുന്നു വീട്ടിൽ തന്നെ, പടിയടച്ച് പിണ്ടം വെക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. കാരണം അമ്മയ്ക്കും അച്ഛനും ഏജ് ആയി തുടങ്ങി, അവർക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ല. ഏട്ടൻ ജോലിക്ക് പോകുന്നു, ഏട്ടന്റെ ചെലവിലായിരിക്കാം മേ ബി അച്ഛനും അമ്മയും കഴിയുന്നത്. ഞാൻ സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10 കഴിഞ്ഞ് വീട്ടില് ഇതുപോലെ ചോറും കറിയൊക്കെ വെച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 2 ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോയി, ഫാൻസി കടയിലും ഒരു ഫർണിച്ചർ കടയിലും. അവിടെയും ഇത് തന്നെയാണ്, കളിയാക്കലും പരിഹാസവും. അതിന്റെ മെയിൻ ആൾക്കാർ നമ്മളടുത്ത് അബ്യൂസ്, ഒരുമാതിരി പ്രവർത്തിക്കുക, സംസാരം, അതൊന്നും ഇഷ്ടപ്പെടാതൊക്കെ തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ഗുരുവായൂരിൽ കിടക്കുമ്പോൾ ഭക്ഷണം എന്തായാലും നമ്മൾക്ക് കഴിച്ചേ പറ്റൂ. സോ അവിടെ ഹോൾട്ട് ആവുന്ന ബസ് ഉണ്ടല്ലോ, അങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആ ബസ്സുകൾ, ഒരു ബസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് 30 രൂപ കിട്ടും. അങ്ങനെ നൈറ്റ് ഒരു 3-4 ബസ് ഞാൻ വാഷ് ചെയ്യും. അത് ടാങ്കിൽ നിന്ന് വാഷ്റൂം ഇല്ലേ, ടോയ്ലറ്റ്, അവിടെ നിന്ന് പൈപ്പിലെ വെള്ളം എടുത്ത് ബക്കറ്റിൽ കൊണ്ടുവന്ന് ഞാൻ 3 ബസ്സും ഒരു നൈറ്റ് കഴുകണം, ഫുൾ ബോഡി വാഷ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ അവർ എന്നെ പറയും, ഒരു കാര്യം ചെയ്യും, നീ സ്റ്റാൻഡിൽ കിടക്കണ്ട, നീ ബസ്സിലേക്ക് കിടന്നോളാൻ പറയും. അങ്ങനെ ഞാൻ ബസ്സിലേക്ക് എത്തി. സോ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിലേക്ക് എത്തി. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കാരണം ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് വലിയൊരു ഹോട്ടലുണ്ട്. എന്നാ ദൈവമേ ആ ഹോട്ടലൊക്കെ ഒന്ന് പോയി കിടക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഓരോരുത്തർ കിടക്കണതും ഇറങ്ങണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഫാമിലി എന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിരുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, എന്നെ ഉപദേശിക്കാൻ ആരും വരുന്നില്ല, എന്നോട് സംസാരിക്കാൻ വരുന്നില്ല.
അവിടുന്ന് എനിക്ക് കുറെ സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ. ഫൈസല്, ശീതള്, അങ്ങനെ കുറെ പേര്. കല്യാണിയോട് വ്യക്തിപരമായിട്ടുള്ള കണക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് അങ്ങനെയല്ല. പക്ഷെ ഈ മാറിടം പുറത്തിട്ട് കുലുക്കി കാണിച്ചതിന് ശേഷം, അല്ലെ ഇങ്ങനെയെല്ലാം കാണിച്ചതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്ന ആ ഭാഗത്തിനോട് യോജിപ്പില്ലെന്നുള്ളതേ ഉള്ളൂ. ബാക്കി അവരവരുടേതായ വഴിക്ക് അവർ കഷ്ടപ്പെട്ട് അവർക്കും ജീവിക്കാൻ അർഹതയുണ്ട്. നമുക്ക് അവരെ പറ്റുമെങ്കിൽ നമുക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കോമാളിത്തരങ്ങൾ കാണിച്ച് വൈറലാകാൻ വേണ്ടി മറ്റാരുടെയോ പാത പിന്തുടർന്ന് കാണിക്കുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് ഇത് കാണിക്കുന്ന കാര്യമില്ല. കാരണം അത് നിലയും വിലയില്ലാതെ പോകത്തേ ഉള്ളൂ. ഇപ്പൊ എന്താണെങ്കിലും ദീപ്തി കല്യാണി സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടുണ്ട്. അത് ഇതിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഏതായാലും ഒരു താരം ഉദയം ചെയ്തിട്ടുണ്ട്. ആ ഉദയം ചെയ്ത് പോട്ടല്ലേ, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കാം. അങ്ങനെ സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.